നമസ്കാരം. കഠിനമായി അധ്വാനിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ല. വീട്ടിൽ എപ്പോഴും വഴക്കും അശാന്തിയുമാണ്. വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ പലരും അനുഭവിക്കുന്നുണ്ടാകാം. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയാണ് ഇതിന് പ്രധാന കാരണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും സാധാരണമായ എന്നാൽ അതിശക്തമായ ഒരു വസ്തുവിനെക്കുറിച്ചാണ്: കല്ലുപ്പ്. പുരാതന കാലം തൊട്ടേ ഉപ്പിനെ വെറുമൊരു ആഹാര സാധനമായിട്ടല്ല, മറിച്ച് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് കണ്ടിരുന്നത്. വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഉപ്പിന് വലിയ സ്ഥാനമുണ്ട്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകാനും വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കാനും ഉപ്പ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കണം. ആദ്യം തന്നെ ഉപ്പിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം? ശാസ്ത്രീയമായി നോക്കിയാൽ ഉപ്പിന് അന്തരീക്ഷത്തിലെ ഈർപ്പവും അതിനോടൊപ്പം നെഗറ്റീവ് തരംഗങ്ങളെയും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതും ഇതാണ്. ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഒരു തരി ഉപ്പിന് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റി എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതത്തോടെ അല്ലാതെ അത് കേൾക്കാനാകില്ല, അല്ലേ? ഉപ്പ് കൊണ്ട് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കും. എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ വീട്ടിൽ പല പല അസുഖങ്ങൾ, അതുപോലെ പല പല കലഹങ്ങളും, കാരണമില്ലാതെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ. അങ്ങനെയുള്ള ഒരു കുടുംബം. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഇതുപോലെയാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ അവരൊരു ആചാര്യനെ അവിടെ കൊണ്ടുവന്നു. കാരണം വീട്ടിൽ ഇതുപോലെ പല അസുഖങ്ങൾ, പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടി ഒരു ആചാര്യനെ കൊണ്ടുവന്നു. വളരെ ലളിതമായ ഒരു പരിഹാരമാണ് ആ ആചാര്യൻ നിർദ്ദേശിച്ചത്. ഒരു വലിയ മാറ്റമാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബം ഇത് നമ്മൾ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. കാരണം നമുക്ക് പലപ്പോഴും അറിവില്ലാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. വെറും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ തിരിച്ചു കിട്ടി. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരികെ ലഭിച്ചു. ആ അത്ഭുതം പ്രവർത്തിച്ച രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അടുക്കളയിലെ ഈ ചെറിയ കല്ലുപ്പായിരുന്നു. ഈ കൊച്ചു തരികൾക്ക് നെഗറ്റീവ് ഊർജത്തെ ആവാഹിച്ച് നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയ്ക്കാനുള്ള അപാരമായ കഴിവുണ്ട്. ഇന്നും ലോകത്തിൻ്റെ പല കോണിലും നമ്മുടെ സംസ്കാരങ്ങളിലും ഉപ്പിനെ നെഗറ്റീവ് ഊർജത്തിനെതിരെയുള്ള ഒരു ആയുധമായി കരുതുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം ഉപ്പ് എങ്ങനെ ശരിയായി ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവും ധനവും കണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ധനാകർഷണത്തിന് ഉപ്പും ഗ്രാമ്പുവും കൂടി ചെയ്യുന്നത്. പണമിടപാടുകൾ നടത്തുന്ന സ്ഥലങ്ങളിലോ നിങ്ങളുടെ ലോക്കറിലോ ലിവിങ് റൂമുകളിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഒരു ചെറിയ ചില്ല് പാത്രത്തിൽ കുറച്ച് കല്ലുപ്പെടുക്കുക. അതിന് മുകളിലായി 4-5 ഗ്രാമ്പു കുത്തിവെക്കുക. നമ്മളിതുപോലെ ഉപ്പ് ഒരു ചില്ല് പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്രാമ്പു കുത്തിവെക്കുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലോ പണം സൂക്ഷിക്കുന്നിടത്തോ വെക്കാം. അതായത് നമ്മുടെ അലമാരയിലോ അതുപോലെ കന്നിമൂല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണം പണം ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാം. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് വഴി തുറക്കും. ഒരു മാസത്തിന് ശേഷം ഈ ഉപ്പ് മാറ്റി പുതിയത് വെക്കണം. അതായത് ആ പഴകിയ ഉപ്പ് മാറ്റിയിട്ട് അതിനുശേഷം പുതിയ ഉപ്പ് എടുക്കുക, പുതിയ ഗ്രാമ്പു എടുത്തിട്ട് അത് മാറ്റി വെക്കണം. അടുത്തതായിട്ട് വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ അപ്പാടെ തുടച്ചു മാറ്റും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വീട് തുടക്കുമ്പോൾ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെയൊക്കെ ചേർക്കുന്നില്ലേ? അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ കല്ലുപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് വീട് തുടച്ചു നോക്കിയേ. കടബാധ്യതകളും സാമ്പത്തിക തടസ്സങ്ങളും മാറാൻ ഒന്നുകൂടി ഒരു ചെറിയ മൺപാത്രത്തിലോ ചില്ല് പാത്രത്തിലോ കല്ലുപ്പ് നിറയ്ക്കുക. അതിലേക്ക് 3 ഉണക്കമുളകും ഒരു ചെറിയ കഷ്ണം ശർക്കരയും വെക്കുക. ഇത് ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ അടുക്കളയുടെ വടക്ക് കിഴക്ക് മൂലയിൽ ആരും കാണാതെ വെക്കുക. നമ്മൾ ഓരോരുത്തരും നോക്കുന്ന സ്ഥലത്ത് വെക്കരുത്, കാണാത്ത സ്ഥലത്തിൽ വെക്കുക. നിങ്ങൾക്ക് വിട്ടുമാറാത്ത കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അടുക്കളയിൽ ചെയ്യാവുന്ന ഒരു അത്ഭുത പരിഹാരമാണ്. അതുപോലെ തന്നെ കുട്ടികളായാലും വലിയവരായാലും രാത്രിയിൽ പേടി സ്വപ്നങ്ങൾ കാണുക, അതുപോലെ ഉറക്കമില്ലായ്മ, അതിനുവേണ്ടി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് എടുത്ത് നിങ്ങളുടെ കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ തലയണയുടെ അടുത്തോ വെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഉപ്പ് കൈ തൊടാതെ, അതായത് ഉപ്പിൽ നമ്മൾ കൈ തൊടാൻ പാടില്ല, വാഷ് ബേസിനിലോ ടോയ്ലറ്റിലോ ഫ്ലഷ് അടിച്ച് കളയുക. രാത്രിയിൽ കൃത്യമായി ഉറക്കം കിട്ടാത്തവർക്കും കുട്ടികൾ പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നവർക്കും വേണ്ടി ഒരു മികച്ച കാര്യമാണ്. അടുത്തതായിട്ട് ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളും വഴക്കും മാറാൻ വേണ്ടിയിട്ട്. ദമ്പതികൾ തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിൽ മുറിയുടെ ഒരു കോണിൽ ചെറിയൊരു ചില്ല് പാത്രത്തിൽ കല്ലുപ്പ് വയ്ക്കുക.
ഈ ഉപ്പ് മാസത്തിലൊരിക്കൽ മാറ്റി പുതിയത് വെക്കണം. പഴയ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളയുക. കാരണമില്ലാതെ ദമ്പതികൾ തമ്മിൽ വഴക്കടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ബെഡ്റൂമിലെ നെഗറ്റീവ് എനർജി മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ പഠനമുറിയിലെ ഏകാഗ്രതയ്ക്ക് കുട്ടികൾക്കുണ്ടാവില്ലേ ഒരു അലസത, പഠിക്കാനുള്ളൊരു മടി, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിന് കുട്ടികൾ പഠിക്കുന്ന മേശപ്പുറത്തോ അല്ലെങ്കിൽ ആ മുറിയിലോ ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് വയ്ക്കുന്നത് കുട്ടികളുടെ ശ്രദ്ധ തിരിയാതിരിക്കാനും പഠനത്തിൽ ഏകാഗ്രത കൂടാനും സഹായിക്കും. കുട്ടികൾക്ക് പഠിക്കാൻ മടി കാണിക്കുകയോ ശ്രദ്ധക്കുറവ് ഉണ്ടാകുകയോ ചെയ്താൽ അവരുടെ പഠനമുറിയിൽ ഈയൊരു മാറ്റം വരുത്തി നോക്കിയേ, മാറ്റം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കടകളിലും ഓഫീസുകളിലും ബിസിനസ് വളരാൻ വേണ്ടി നിങ്ങളുടെ കടയുടെയോ ഓഫീസിൻ്റെയോ ക്യാഷ് ബോക്സിൽ അല്ലെങ്കിൽ ലോക്കറിൽ ഒരു ചുവന്ന തുണിയിൽ കല്ലുപ്പ് കെട്ടി സൂക്ഷിക്കുക. ഇത് നെഗറ്റീവ് ദൃഷ്ടികൾ മാറ്റി ബിസിനസ്സിൽ ലാഭമുണ്ടാകാൻ സഹായിക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ പെട്ടെന്ന് തകർച്ച നേരിടുന്നവർക്ക് ബിസിനസ്സിൽ ഐശ്വര്യം വരാൻ വേണ്ടി ക്യാഷ് ബോക്സിൽ ഇങ്ങനെ ചെയ്താൽ വളരെ ഉപകാരമാവും. ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിനാകെ ബാധിച്ച ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഒരു പിടി കല്ലുപ്പെടുക്കുക. അത് വീടിൻ്റെ ഉള്ളിലെ എല്ലാ മുറികളിലും കൊണ്ടുപോയി കാണിക്കുക. അതിനുശേഷം വീടിന് പുറത്തിറങ്ങി ആ ഉപ്പ് വടക്ക് ദിശയിലേക്ക് എറിയുക, അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുക. ഇത് കുടുംബത്തിന് മേലുള്ള മറ്റുള്ളവരുടെ അസൂയയും ദോഷവും ഇല്ലാതാക്കും. കുടുംബത്തിൽ എപ്പോഴും അകാരണമായ തടസ്സങ്ങൾ നേരിടുന്നെങ്കിൽ കുടുംബത്തിനാകെ ബാധിച്ച കണ്ണേറ് മാറ്റാൻ ഞായറാഴ്ച ദിവസങ്ങളിലാണ്, അതും വൈകുന്നേരം ഇങ്ങനെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ശരീരത്തിലെ അലസതയും നെഗറ്റീവ് വൈബും മാറ്റാൻ വേണ്ടി നമ്മൾ പുറത്തു പോയി വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും ശരീരത്തിന് കനവും അലസതയും ഒക്കെ തോന്നുമ്പോഴോ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുക. ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് എനർജിയെയും ദൃഷ്ടിദോഷങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കും. ഇത് ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. കാരണമില്ലാതെ ശരീരത്തിന് അലസത തോന്നുക, എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വരിക എന്നിവ ദൃഷ്ടിദോഷം കാരണമാകാം. ഇതിന് ഏറ്റവും ലളിതമായ വഴിയാണ് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ് കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്കൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഉപ്പും കടുകും മുളകും ഒക്കെ എടുത്തിട്ട് ഉഴിഞ്ഞിടും. കുട്ടികളുടെ തലയ്ക്ക് ചുറ്റും 3 വട്ടം ഉഴിഞ്ഞിട്ട് അടുപ്പിലിട്ടിട്ട് അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഫ്ലാറ്റ് ജീവിതമൊക്കെ ആകുമ്പോൾ അടുപ്പില്ലല്ലോ. അതിന് പകരവും നമ്മൾ ഇതുപോലെ കല്ലുപ്പെടുത്തിട്ട് കുട്ടികളെ ഉഴിഞ്ഞിട്ട് ഒഴുക്കിക്കളയുക. ഇന്നിപ്പോൾ നമ്മൾ വാഷ് ബേസിനിലൊക്കെ കൈ ഇങ്ങനെ പൈപ്പിൻ്റെ താഴെ വെച്ചിട്ട് അതിങ്ങനെ ഒഴുക്കിക്കളഞ്ഞാൽ മതി. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് ഒരു ചെറിയ പാത്രത്തിലാണ് കല്ലുപ്പെടുത്ത് വെക്കേണ്ടത്. അതൊരിക്കലും പ്ലാസ്റ്റിക് പാത്രം ആവരുത്. എന്ത് ചെയ്യുമ്പോഴും ചില്ല് പാത്രത്തിലാണ് ഈ ഉപ്പെടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കല്ലുപ്പ് ഉപയോഗിച്ചുള്ള ഈ വാസ്തുവഴികൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ.